നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ ക്രൂശിൽ കിടക്കുമ്പോൾ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ച പീലാത്തോസ് പറഞ്ഞു, ക്രൂശിൽ കിടക്കുന്ന ആളുകളുടെ കാൽമുട്ടുകൾ തല്ലി ഒടിക്കണം. എന്തിനാണെന്നറിയാമോ? അവർ വേഗത്തിൽ മരിക്കണം. കാരണം പിറ്റേ ദിവസം ശബത്താണ്. ആ ശബത്തിൽ ഡെഡ് ബോഡി അവിടെ കിടക്കാൻ പാടില്ല, നേരത്തെ അവർ മരിക്കണം. അങ്ങനെ പണ്ട് പടയാളികൾ വന്നിട്ട് കാല് തല്ലി ഓടിക്കാനായി വന്നപ്പോൾ യേശു കർത്താവിൻ്റെ ഇങ്ങേ വശത്തും അങ്ങേ വശത്തും കിടന്ന കള്ളന്മാരുടെ കാൽമുട്ട് തല്ലി ഓടിച്ചു. കർത്താവിൻ്റെ അരികിൽ വന്നപ്പോൾ അവൻ മരിച്ചതിനാൽ അവൻ്റെ കാൽമുട്ട് ഒടിച്ചില്ല എന്ന് യോഹന്നാൻ സുവിശേഷം പറയുന്നു. പക്ഷെ അവിടെ കൊണ്ട് യോഹന്നാൻ നിർത്തിയില്ല. യോഹന്നാൻ പറഞ്ഞു, അവൻ്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല എന്ന് തിരുവെടുത്ത് നിവർത്തിയാകുവാൻ അങ്ങനെ സംഭവിച്ചു. എന്നിട്ട് ഇവനങ്ങ് പോയാൽ മതി. പക്ഷെ ആ പോയവൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് കുന്തമെടുത്ത് നമ്മുടെ കർത്താവിൻ്റെ വിലാപ്പുറത്താഞ്ഞ് കുത്തി. അപ്പോൾ രക്തവും വെള്ളവും വന്നു. അതിൻ്റെ അർത്ഥം നിനക്ക് വേണ്ടി ഊറ്റാൻ ഇനി ആ ശരീരത്തിൽ രക്തമില്ല. അവിടെ നിർത്തിയില്ല. യോഹന്നാൻ പറഞ്ഞു, നിനക്കങ്ങ് പോയാൽ പോരെ പടയാളി, നീ എന്താ തിരിച്ചു വന്ന് എൻ്റെ കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയത്? അവിടെ യോഹന്നാൻ എഴുതി, അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുമെന്ന മറ്റൊരു തിരുവെടുത്ത് നിവൃത്തിയാകുവാൻ അങ്ങനെ സംഭവിച്ചു. വാ തുറന്ന് സ്തോത്രം പറയാൻ കഴിയുമോ? ഓ ഉടമ റുഖുനിയ, എൻ്റെ ദൈവം അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിക്കില്ല. എൻ്റെ ദൈവം അറിയാതെ നിന്റെ തലയിൽ ഒരു മുടി താഴെ വീഴില്ല. ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കില്ല. കരമടിച്ച ശക്തിയോട് വാ തുറന്ന് സ്തോത്രം പറഞ്ഞു പറ. ദുഷ്ടപിശാചികൾക്ക് പറ, എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല. യേശു കർത്താവിൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഇവിടെ ജനിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. അവൻ ഇവിടെ വളരുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. അവൻ ഇവിടെ മരിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. മരണശേഷം അവൻ്റെ അവസ്ഥ എന്താകുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഈ നാട്ടുകാരോട് ഞങ്ങൾ പറയാം, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ജനിച്ചതുപോലെ ലോകത്തിലാരും ജനിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ജീവിച്ചതുപോലെ ലോകത്തിലാരും ജീവിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് മരിച്ചതുപോലെ ലോകത്തിലാരും മരിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ലോകത്തിലാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരാൻ പോകുന്ന പോലെ ലോകത്തിൽ ആരും മടങ്ങി വരാൻ പോകുന്നുമില്ല. അതുകൊണ്ടാണ് കലേഷ് സോമൻ ഉൾപ്പെടെ ഇവിടെ വന്ന് യേശുവിനെ ഉയർത്തുന്നത്. കൈയൊന്ന് നാട്ടി സ്തോത്രം പറഞ്ഞ് കൈകളൊന്ന് അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. പഴയ നിയമഭക്തന്മാരായ ഹാനോക്ക്, സമയക്കുറവാണ്, ഞാൻ സ്പീഡിലതാ പറഞ്ഞത്, ബിലയാം, ഇയോബ്, മോശ തുടങ്ങിയവരും, യെശയ്യാവ്, ഇരമ്യാവ്, എഗസ്കേൽ, ദാനിയേൽ, ഹഗ്ഗായി, മലാക്കി തുടങ്ങിയവരും കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇരട്ടിയിലധികം പ്രവചനങ്ങൾ യേശു കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചുണ്ട്, രണ്ടാം വരവിനെ കുറിച്ചുണ്ട്. അപ്പോൾ പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 2 പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 5 എഴുത്തുകാർ ചേർന്ന് വേദപുസ്തകത്തിലെ 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ എഴുതി. ഈ 5 എഴുത്തുകാരും അല്ലെങ്കിൽ സുവിശേഷ എഴുത്തുകാർ 4 അവർ 4 പേരും യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലേഖനങ്ങൾ എഴുതിയവരാണ്. ഞാൻ പറഞ്ഞ 5 എഴുത്തുകാരാണ്. ഈ 5 എഴുത്തുകാരും യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വെളിപ്പാട് പുസ്തകം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും അനന്തര സംഭവങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാകണം. അതുകൊണ്ട് ഞാൻ ഇത്ര ശാന്തമായി പറഞ്ഞു. അപ്പോൾ 1 പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 2 പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 3 സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1:10-11 വാക്യങ്ങളിൽ 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ ബാക്കി പറഞ്ഞേ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചില്ല. അപ്പോൾ സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം. 4 കർത്തൃമേശയുടെ സാക്ഷ്യം. നാളെ ഇവിടെ കർത്തൃമേശയുണ്ട്. ഓരോ കർത്തൃമേശയും പിന്തിരിഞ്ഞ് യേശുവിൻ്റെ ക്രൂശുമരണത്തെ പ്രസ്താവിക്കുമ്പോൾ തന്നെ അവനിത് വന്നില്ല എന്നും നമ്മെ വിളിച്ചറിയിക്കുന്നു. എന്താ കർത്താവ് പറഞ്ഞത്? അല്ല, അപ്പോസ്തലന്മാർ പറഞ്ഞ എന്താണ്? 1 കൊരിന്ത്യർ ലേഖനം 11:26, ഞാൻ വരുവോളവും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. നാളെ ഇവിടെ കർത്തൃമേശ അനുഭവിക്കുമ്പോൾ നമ്മൾ വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നില്ല, നമ്മുടെ കർത്താവ് മടങ്ങി വരും. 5 പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യമാണ്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം? വിശുദ്ധ ബൈബിൾ പറയുന്നു, 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. അവിടെ വാക്യം ഇങ്ങനെയാണ്, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, എന്നാൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. അതല്പം വിശദീകരിക്കേണ്ടതുണ്ട്. പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അധർമ്മം പെരുകിയിരിക്കുന്നു, ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു, വഷളത്വം പെരുകിയിരിക്കുന്നു,
പാപം പഴുത്ത് പാകമായിരിക്കുന്നു. ഇനിയും ഒരു പാപവും വർദ്ധിക്കാനില്ല, ഇനിയും ദുഷ്ടത വർദ്ധിക്കാനില്ല, ഇനി അകൃത്യം വർദ്ധിക്കാനില്ല. പക്ഷെ ഇത്രയായിട്ടും ദൈവം എന്തുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു? ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു ദൈവമുണ്ട്, ദൈവം എന്താ ഇങ്ങനെ മൗനമായിരിക്കുന്നത്? അതിന് ഞങ്ങളുടെ മറുപടി, വിശുദ്ധ ബൈബിൾ ദൈവത്തെ കൊണ്ട് കഴിയാത്ത, അല്ലെങ്കിൽ ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം പറയുന്നുണ്ട്. അതിലൊരു കാര്യം, ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. നോഹയുടെ കാലം പോലെ, ലോത്തിന്റെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും. നോഹയുടെ കാലം ഏവനും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു. ഒന്നുകൂടെ വായിച്ചോ പാസ്റ്ററെ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു. സഭയുടെ വന്ദനം, സല്യൂട്ടേഷൻ കർത്താവിന്റെ വരവായിരുന്നു. അതായത് കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് ലീഗ എഴുതി അവസാനിപ്പിക്കുന്ന കൺക്ലൂഷൻ വാചകമാണ് ഇവിടെ വായിച്ചത്. കർത്താവിനെ സ്നേഹിക്കാത്തവനും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു. ഈ കൺക്ലൂഷൻ വാചകം പിന്നീട് സഭയുടെ സല്യൂട്ടേഷനായി മാറി. ഇതെഴുതപ്പെട്ട ഭാഷയിൽ 2 പദമാണ്. അതിൻ്റെ പദം മാറാ നാഥ, അനാഥമ. ഒന്ന് പറഞ്ഞേ. അയ്യോ, മാറാ നാഥ അനാഥമ. എന്താ അതിൻ്റെ അർത്ഥം? മാറാനാഥ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കടാന്നല്ല. മാറാനാഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് വരുന്നു. ആരംഭകാലത്തൊരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ സല്യൂട്ടേഷൻ പറയും. ഒരാൾ പറയും മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. ഉടനെ മറ്റവൻ പ്രതിവദിക്കും, അവനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. അത് മലയാളത്തിലാണ്. വേദവസം എഴുതപ്പെട്ട ഭാഷയിൽ മാറാനാഥ എന്നൊരുവൻ പറയുമ്പോൾ മറ്റേയാൾ പറയും അനാഥമാ. കൈയൊന്നുയർത്തി വിളിച്ചു പറഞ്ഞേ, പട്ടണം കേൾക്കട്ടെ, നമ്മുടെ കർത്താവ് വരുന്നു, ഞങ്ങളുടെ കർത്താവ് വരുന്നു. കരമടിച്ച വാ തുറന്ന് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ഞങ്ങളുടെ കർത്താവ് വരുന്നു. ഉച്ചഭാഷയുടെ ശബ്ദം പറഞ്ഞ് ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഏറ്റെടുത്താലും ശരി ഇല്ലെങ്കിലും ശരി, ഇസങ്ങൾ സ്വപ്നം കാണുന്ന സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ച ക്രിസ്തു, കല്ലറ അടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, കല്ലറയെ തകർത്തുയർത്തേണ്ട ക്രിസ്തു, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ രക്ഷിതാവ്, രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഇത് പറയാൻ നമ്മൾ ഒന്നിച്ചിവിടെ കൂടിയിരിക്കുന്നത്. അപ്പം സല്യൂട്ടേഷൻ, അവിടെ 2 കാര്യങ്ങൾ പറയേണ്ടത്. നമ്മൾ വന്ദനമായി മാറി. സഭയുടെ വന്ദനമായിരുന്നു മാറാനാഥ. ഒന്ന് പറഞ്ഞേ, ഞാൻ മാറാനാഥ പറയുമ്പോൾ നിങ്ങൾ അനാഥം പറഞ്ഞു. മാറാനാഥ, ഇത് വന്ദനമാണ്. ശരി, ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ വന്ദനം എന്നാ? മലയാളികളുടെ വന്ദനം എന്നാ? നമസ്തേ. അച്ഛൻ്റെ ഗൾഫിലൊക്കെ എന്താ പറയുന്നത്? ഗൾഫിൽ എന്താ? സലാം അലൈക്കും. വലൈക്കും സലാം. ഇസ്രായേലിൽ എന്നാ പറയുന്നേ? ഷലോം. സായിപ്പ് എന്നാ പറയുന്നേ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്. അവർക്ക് 3 ഉണ്ട്. പോട്ടെ, പെന്തക്കോസുകാർ കാണുമ്പോൾ എന്നാ പറയുന്നത്? അയ്യോ, പ്രൈസ് ലോർഡ്. പറഞ്ഞോ മക്കളെ, എന്താ? ഇപ്പോൾ ഒരാൾ പ്രൈസ് ലോർഡ് പറഞ്ഞാൽ മറ്റേ പുള്ളി ചോദിക്കും, പുതിയ വിശ്വാസി ആയിരിക്കില്ലേ ഒന്ന്? പുതിയ വിശ്വാസിയെ പ്രൈസ് ലോർഡ് പറയുള്ളൂ. എന്നോട് അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ. പലര് ഈ പെന്തക്കോസുകാർ തമ്മിൽ കാണുമ്പോൾ ഈ സ്തോത്രം കൊടുക്കുന്നതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ടോ? സ്തോത്രം എന്തിനാ സ്തോത്രം പറഞ്ഞ് നിങ്ങൾക്കറിയാവോ? നമ്മൾ തമ്മിൽ കാണുമ്പോഴേ സ്തോത്രം പറഞ്ഞ് എന്തിനാണെന്നറിയാമോ? പറഞ്ഞുതരാം. 1 സെക്കൻഡിൽ 6 പേർ വീതം, 1 മിനിറ്റിൽ 360 പേർ വീതം, 1 മണിക്കൂറിൽ 21,400 പേർ വീതം, ഒരു ദിവസം 5,18,000-ത്തിലധികം പേർ വീതം ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. കഴിഞ്ഞ രാത്രി 8:15 നിങ്ങൾ യോഗത്തിന് വന്ന് മടങ്ങി വീട്ടിൽ പോയി. ഈ യോഗത്തിന് വന്ന നേരം കൊണ്ട് 5 ലക്ഷത്തിലധികം ആളുകൾ ലോകത്തോട് യാത്ര പറഞ്ഞു. ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന് അടുത്ത ഞായറാഴ്ച വരുമ്പോൾ 7-5 35 ലക്ഷം ആളുകളുടെ കാണില്ല. ഒരാൾ നിങ്ങളാകാഞ്ഞത്, ഞാനാകാഞ്ഞത്, നിന്റെ പപ്പയാകാൻ, നിന്റെ മമ്മിയാകാഞ്ഞത്, നിന്റെ ഭാര്യയാകാഞ്ഞത്, ഭർത്താവാൻ നിന്റെ മിടുക്കല്ല, തമ്പുരാന്റെ കരുണയാണ്. ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. നമ്മൾ തമ്മിൽ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്തോത്രം കൊടുക്കുകയല്ല നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം. പ്രിയ സഹോദര സഹോദരി, നാം തമ്മിൽ കണ്ടുപിരിഞ്ഞ ശേഷം എത്രയോ ആയിരങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. വീണ്ടും കാണുവാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. നിന്റെ സഹോദരനെ വീണ്ടും കണ്ടതിൽ കൈയുയർത്തി സ്തോത്രം പറയണം. നിന്റെ സഹോദരിയെ വീണ്ടും കണ്ടതിൽ കരമുയർത്തി സ്തോത്രം പറയണം. കൈയൊന്ന് പൊക്കിക്കേ. കൈയൊന്ന് ഉയർത്താൻ കഴിഞ്ഞ കൃപയാ. ഉയർത്തിയ കൈ താക്കാൻ കഴിഞ്ഞ കൃപയാ. കരമൊന്ന് അടിക്കാൻ കഴിഞ്ഞ കൃപയാ. വായം തുറക്കാൻ കഴിഞ്ഞ കൃപയാ. തുറന്ന വായ അടയ്ക്കാൻ കഴിഞ്ഞ കൃപയാ. എല്ലാവരും ഈ ഗ്രൗണ്ടിൽ കരമടിച്ച് വാ തുറന്ന് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. മക്കളെ കൈയടിച്ചോ ശക്തിയോടെ.
സത്യത്തിലേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പം തുറക്കാൻ പേടിയാ. സോഷ്യൽ മീഡിയ തുറക്കാൻ പേടിയാ. നല്ല സുന്ദരന്മാരുടെ ഫോട്ടോയാ, പക്ഷെ വരുന്നത് എന്താണെന്നറിയില്ല. ജന്മദിനമാണോ വെഡിങ് ആണോ എന്നറിയില്ല. ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലതും പോയിരിക്കുക, ജീവിക്കാൻ വേണ്ടി പോയതാ. പക്ഷെ എന്താ കാണുന്നത്? 33-കാരൻ, 40-കാരൻ, 38-കാരി, 50-കാരൻ ഡെഡ് ബോഡി വന്നുകൊണ്ടിരിക്കുകയാന്നേ. കുഴഞ്ഞു വീണങ്ങ് മരിക്കുക. 8 വയസ്സുകാരൻ, 13-കാരൻ കുഴഞ്ഞു വീണുക. എന്താണെന്നറിയില്ല. ഒരാവശ്യമില്ലാതെ നമ്മളെ കൊണ്ട് ഇവിടെ 2 കണ്ടിപ്പിച്ചെങ്കിൽ പുറത്തൊക്കെ 5 8 വാക്സിനും എടുത്തു. വീഴുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു ദിവസമെങ്കിലും നീയും ഞാനും ബലത്തോടിരിക്കുന്നേ നിന്റെ എൻ്റെ മിടുക്കല്ല, തമ്പുരാന്റെ കരുണയാണെന്ന് മറക്കരുത്. ബൈബിളൊരു വാക്യമുണ്ട്, ഞാൻ കൂടെ എല്ലാ കൺവെൻഷൻ പറയും. ആ വാക്യം ഇതാണ്, യോബിന്റെ പുസ്തകത്തിൽ: ജീവനും കൃപയും എനിക്ക് നൽകി, ഹോവേ നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. പാസ്റ്റർ ബി മോനച്ചൻ എന്ന ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കാണാതെ ഒരു കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളുകയാണ്. ഒരു തവണ ആ കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളിയില്ലെങ്കിൽ ഞാനിവിടെ പിടഞ്ഞു വീഴും. ഇവിടെ 500 ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് എന്നെ സഹായിപ്പാൻ കഴിയില്ല. ഈ രാത്രി ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാം, സഹോദര സഹോദരി, നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ, നിന്നെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ, നീ പോകുന്ന ഹോസ്പിറ്റലിന്റെ വലിപ്പമോ കണ്ടല്ല ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇല്ലാത്തതുകൊണ്ടാ. ദൈവീയ പദ്ധതി തീർന്നാൽ ഒരു ഡോക്ടർക്കും നിന്നെ ഇവിടെ നിർത്താൻ കഴിയില്ല. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ആന്ധ്രയിൽ ഒരു പാസ്റ്റർ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുക. ചെറുക്കനോട് ഉഭയസമ്മതം പറഞ്ഞു, പെണ്ണിനോട് പറയാൻ തിരികെയും കുഴഞ്ഞു വീണ് മരിച്ചു. കേരളത്തിൽ അച്ഛൻ കല്യാണം നടത്തി സ്വർഗസ്വനായ പിതാവേ ചൊല്ലാൻ തുടങ്ങി, കുഴഞ്ഞ് ആ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ മുമ്പിൽ വീണു. ഇന്നലെ കണ്ടല്ലോ നിങ്ങളൊക്കെ. ഒരു പെങ്കൊച്ച് ചേട്ടത്തിയുടെ കല്യാണത്തിൽ ഡാൻസ് ചെയ്യുക, സുന്ദരി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക, മൂക്കുത്തി വീഴുകയാണ്. 30 വയസ്സുള്ളൊരു ലൈവ് ടെലികാസ്റ്റർ, ഒരു TV റിപ്പോർട്ടർ ഇങ്ങനെ TVയുടെ മുമ്പിൽ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ വീണു, കുഴഞ്ഞു വീണ് മരിച്ചു. ഒരു ബാങ്ക് ഓഫീസറെ സെൻഡ് ഓഫ് മീറ്റിംഗ് മോൾ ഉൾപ്പെടെ അടുത്തിരിപ്പുണ്ട്. എല്ലാവരും നല്ല വാക്ക് പറഞ്ഞു. ഇദ്ദേഹം വാക്ക് പറയാൻ തുടങ്ങി, മൈക്കയിലോട്ട് മൂക്ക് കുത്തി വീണു തീർന്നു. കുറച്ച് കൂട്ടുകാരൊന്നിച്ച് ചേർന്ന് ഭക്ഷണത്തിന് പോയി. ഹോട്ടലിൽ തമാശയൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കാണുന്ന തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ആവി പറക്കുന്ന ഫുഡ് വരികയും ഒരുത്തൻ അതിലോട്ട് കുഴഞ്ഞു വീണ് തീർന്നു. അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. ഒരു ദിവസമെങ്കിലും ബലത്തോടായിരിക്കുന്നെങ്കിൽ തമ്പുരാന്റെ കരുണയാണെന്ന് മറക്കരുത്. നീ ദൈവത്തെ വെല്ലുവിളിക്കൊന്നും ചെയ്യരുത്. ഒന്നുകൂടെ കയ്യൊന്ന് അടിച്ചോ, ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ. മക്കളെ, കൃപയാ മോനെ, കൃപയാ, കൃപ ദൈവത്തിന്റെ കരുണയാ കേട്ടോ. സ്തോത്രം പറയുന്ന അർത്ഥം മനസ്സിലായോ? ഓക്കെ, സമയം പോകുന്നു, വേഗത്തിൽ പറഞ്ഞു വേണ്ട. 1, സഭയുടെ വന്ദനം. അനാഥമാ മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. 2, സഭയുടെ പ്രത്യാശ. വായിച്ചോ, 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. 1 തെസ്സലോനിക്ക 4:15. കർത്താവിന്റെ പ്രത്യക്ഷത വായിച്ചോ. ജീവനോടെ ശേഷിക്കുന്നവരെ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് സഭയുടെ പ്രത്യാശ കർത്താവിന്റെ വരവായിരുന്നു. അതെല്ലാം പറയുന്നില്ല. നിദ്ര കൊള്ളവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. വേദപുസ്തകം മരണത്തിൽ നൽകുന്ന മനോഹരമായ പദമാണ് നിദ്ര, ഉറക്കം. ഞങ്ങളെ സംബന്ധിച്ച് ഉറക്കം മാത്രമാണ് മരണം. ഉറങ്ങുന്നവർ ഉണരും. അപ്പോൾ നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവ ശബ്ദത്തോടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച മുമ്പ് ഉയർത്തി നിൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കും, രൂപാന്തരം പ്രാപിക്കും. ഇങ്ങനെ നമ്മുടെ കർത്താവിനോട് ഇരിക്കും. എന്ത് മനോഹരമായ പദങ്ങളാ. അപ്പം ഇതോടുകൂടെ തീർന്നെന്ന് പറഞ്ഞല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ യാത്രയാക്കുന്നത്, വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ്. നമ്മൾ വീണ്ടും കാണും. അപ്പോൾ ക്രിസ്തീയ പ്രത്യാശ കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവായിരുന്നു. 3, സഭയുടെ കാത്തിരിപ്പ്. ഫിലിപ്പിയ ലേഖനം 3:20 വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്നത്. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് സഭയുടെ കാത്തിരിപ്പ് എന്നാ? യേശുവിൻ്റെ മടങ്ങി വരവ്. ഇനി സഭയുടെ പ്രാർത്ഥന വായിച്ചേ. 22 വെളിപ്പാട് പുസ്തകം 22:20. വെളിപ്പാട് പുസ്തകം 22:20. വെളിപ്പാട് പുസ്തകം 22:20. ഇതേ സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവ് യേശുവേ വരണമേ. ഇത് സാക്ഷീകരിക്കുന്നവൻ, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അപ്പോൾ സഭയുടെ പ്രാർത്ഥന എന്താണ്? ആമേൻ കർത്താവായ യേശുവേ, ആമേൻ കർത്താവായ യേശുവേ. ചിലരൊക്കെ ഉറങ്ങുകയാണ് അതിനകത്ത്. ആമേൻ കർത്താവായ യേശുവേ.
ഞാൻ കല്യാണം ഒത്തിരി നടത്താറുണ്ട് ഇയാളെ, പിള്ളേരൊക്കെ അടുത്തിരിപ്പുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കും, ഈ കല്യാണം ഉറപ്പ് കഴിഞ്ഞാൽ കല്യാണം വേഗത്തിൽ നടക്കാൻ ആർക്കാ ധൃതി? ചെറുക്കനാണോ പെണ്ണിനാണോ? മണവാളിനാണോ മണവാട്ടിക്കാണോ? അനങ്ങുന്നില്ലല്ലോ. സാധാരണ ആണുങ്ങൾ പറയും പെണ്ണുങ്ങൾക്കാണ്, പെണ്ണുങ്ങൾ പറയും ആണുങ്ങൾക്കാണ്, ചില വിദ്വാൻമാർ പറയും രണ്ടു പേർക്കുമാണെന്ന്. പക്ഷെ ഇവിടെ ആർക്കാ ധൃതി? മണവാളൻ പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പം മണവാട്ടി എന്നാ പറഞ്ഞേ? ആമേൻ കർത്താവേ യേശുവേ, വേഗം വരണേ നമ്മൾ ചേർത്തതാ, വരണമേ. മണവാളൻ പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു. മണവാട്ടി പറഞ്ഞു ആമേൻ കർത്താവേ യേശുവേ, വലിയ ധൃതിയൊന്നും വേണ്ട, പതുക്കെ വന്നാൽ മതി. ഇതാണ് ഇന്നത്തെ ആത്മീയ മണ്ഡലം. കുറച്ച് വിശ്വാസിയും കൂടെ വന്നിരിപ്പുണ്ടല്ലോ, കേൾക്കണമല്ലോ. ഈ പെന്തക്കോസുകാരൻ്റെ പാട്ടുണ്ടായിരുന്നറിയാമോ? പണ്ട് എവിടെ കൂടിയാലും എന്നു വരും, എപ്പോൾ വരും, പോയതുപോ എൻ മണവാളനെ, പിന്നെ മൽപ്രിയേനെ ഇതരയിൽ നിന്നു നിൻ ശുദ്ധരേ ചേർത്തിടേണേ, പിന്നെ കത്തുകത്തേകനായി നിൻവരവോർത്തു ഞാൻ നാളത്ര നീക്കിയൻ യേശുദേവാ, പിന്നെ കന്തനെ കാണുവാനാത്തിവാളേരും ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ പാട്ട്, ഈ പാട്ടിനെ ഞാൻ കുറ്റം പറഞ്ഞത്, ദൈവകൃപയെക്കുറിച്ച് ധ്യാനിക്കാൻ ഇതുപോലെ നല്ലൊരു പാട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ പാട്ട് അന്നവോ ശ്രോതിനോൻ മുകള് എണ്ണമില്ലാതന്മേൽ ചൊരിഞ്ഞു. അതുകൊണ്ട് കർത്താവേ ഇപ്പോഴങ്ങ് ഇങ്ങോട്ട് വരല്ലേ. കർത്താവ് ആരെ ഒരുക്കി കൊണ്ടുപോകാൻ വരുന്നില്ല, ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാൻ കർത്താവ് ഇറങ്ങി വരും. കർത്താവ് ആരെയും കാത്തു നിന്ന് കൊണ്ടുപോകാൻ വരുന്നില്ല, കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ യേശു ഇറങ്ങി വരും. ഈ കഷ്ടകാലത്തെ പാട്ട് മുഴുവൻ ഇതായിരുന്നു, എന്ന് വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളന്. ഞെരുക്കത്തിലല്ല നിൻ്റെ വരവെന്ന് ഞാൻ ഉറച്ചു. മൊത്തം ഞാൻ പെന്തക്കോസ്ത് ജനിച്ചു വളർന്നവനാണ്. ഇപ്പോൾ പാട്ടൊക്കെ മാറി, വായ്പ വാങ്ങാൻ ഇട വരില്ലെന്നൊക്കെ ആയി. ഇയാളെ ഒരാളിന്ന് പാടിയപ്പം പറഞ്ഞു ഞാൻ കൃപയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, നീ കൃപയിലല്ല, എന്നോട് കടം വാങ്ങിയ ഷൂസിൻ്റെ മണ്ടയ്ക്കാണ് നിൽക്കുന്നത്. സ്വതന്ത്രം. ഈ ഈ ഏലീശ ഒരു ചാകാനൊരു തള്ളയുടെ വീട്ടിലോട്ട് ജീവിക്കാനൊരു പ്രവാചകനെ അയച്ചു. മനുഷ്യർ പറഞ്ഞു ആരാ? ഏലിയാവ്. തള്ള ചാകാനിരിക്കുക. ഏലിയ അവിടെ ചെന്ന് പറഞ്ഞു ഒരു അട തരാൻ പറഞ്ഞു, അല്ല ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറഞ്ഞു. വെള്ളം എടുക്കാൻ പോയപ്പം ഏലിയ പറഞ്ഞു ഒരടയും കൂടെ കൊണ്ടുവരാൻ. ഉടനെ ഈ തള്ള എന്നാ പറഞ്ഞറിയാമോ? ആകെപ്പാടെ രണ്ടടയ്ക്കുള്ള മാവുണ്ട്, ഞാൻ വെളിച്ചെണ്ണയും തൊട്ട് വിട്ട് ഞാനും എൻ്റെ കൊച്ചിനൂടെ തിന്നിച്ച് ഒന്ന് പറയുന്നേ, തിന്നേച്ച് ചാകാണ്ടിരിക്കുക. എന്നാൽ പിന്നെ തിന്നാതങ്ങ് ചാകരുതോ? ഈ ചാകുമ്പോഴും തീറ്റയാ ചിലർക്ക്. നമ്മൾ നോക്കിയാൽ മിക്കവാറും ബിരിയാണിക്കകത്ത് വിഷം, ഫ്രൂട്ടിക്കകത്ത് ചാകാൻ പോകും. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ, ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഒത്തിരി വിട്ടിട്ടുണ്ടല്ലോ, ഒരാൾ ചാകാൻ പോയി. ഒരു മുഴ കയറുമായി ഒരു ചാക്കോ ചായം. പോയ വഴിക്ക് ഒരു ചാറ്റമഴ പെയ്തു. പുള്ളി ഒരു മാടക്കട കയറി അങ്ങ് നിന്നു. വന്ന ആളുകൾ ചോദിച്ചു വെച്ചാൻ എന്നാ ഇവിടെ നിൽക്കുന്നത്? അത് ഞാൻ ചാകാൻ വന്ന. പിന്നെ എന്നാ ഇവിടെ നിൽക്കുന്നത്? ചാറ്റമഴയൊന്ന് തീരട്ടെന്ന്. ജലദോഷം പിടിക്കുന്നൊരു പേടി. ഇവിടെ ചാകുന്നവന് ചാറ്റമഴ വിഷയമാണോ? അവക്ക് ചാകണമെന്നില്ലെന്നേ, ജീവിക്കണമെന്നുണ്ട്, പക്ഷെ നിർവാഹമില്ല. ഈ നാട്ടുകാരോട് ഇന്ന് രാത്രി ഞങ്ങൾ പറയാം, നിന്റെ കരുതൽ ഒരു പിടിമാവിൽ ഒതുങ്ങുമ്പോൾ, ഒരു തൊണ്ടം വെളിച്ചെണ്ണ ഒതുങ്ങുമ്പോൾ, വിശ്വാസത്തിന്റെ ആദ്യയാണ് നല്ല പ്രവാചകനെ യേശുവിന് നൽകിയാൽ നിന്റെ വീട്ടിൽ ക്ഷാമം എത്തി നോക്കാതെ കാക്കാൻ ശക്തനാ. കയ്യൊന്നടിച്ചു വായൊന്ന് തുറന്ന് ശക്തിയോട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയെ. ഞങ്ങളുടെ ജീവിത സാക്ഷ്യവത, ഞങ്ങളോടൊക്കെയുള്ള ദൈവത്തിന് നീതിയുണ്ട്. പട്ടിണി കിടന്നപ്പോഴും ഞങ്ങളുടെ അപ്പന്മാരും അമ്മമാരും പാസ്റ്റർമാരെ അഭിഷക്തന്മാരെ വീട്ടിൽ കയറ്റി ഉള്ള പാൽ അവർക്ക് ചായ അനത്തി കൊടുത്തതിന് നന്മയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. കൈയൊന്ന് ഉയർത്തിയ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. അപ്പം ഞാൻ പറയാൻ വന്നതല്ല, നമ്മുടെ സമയമുള്ള പോകുന്നത്, അതാണ് ഞാൻ തിരുതി നിൽക്കുന്നത്. ഈ പെൺപിള്ള ആ വീട്ടിൽ ദൈവം തമ്പുരാൻ്റെ നീണ്ടുകരം വന്ന തള്ളയുടെ ഭരണിയെ തൊട്ടു, കലത്തെ തൊട്ടു. യെരൂശലേമിൽ ക്ഷാമം തീരും വരെ അവിടെ ക്ഷാമം എത്തി നോക്കിയില്ല. ഇഷ്ടം പോലെ ഭക്ഷണം. കുറച്ച് നാൾ കഴിഞ്ഞപ്പം എന്തോ പറ്റിയെന്നറിയാമോ? ഈ കൊച്ചൻ മരിച്ചു, പെട്ടെന്ന് മരിച്ചു. അതിലൊരു മർമ്മമൊക്കെ ഉണ്ട്. സകല സമൃദ്ധിയുടെയും നടുവിൽ കഷ്ടത തേടിയെത്തി, മരണം തേടിയെത്തി,
ദുഃഖം തേടിയെത്തി. ഞാൻ പലതും വിട്ടുപോകുമ്പോൾ പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ സമൃദ്ധിയുടെയും നടുവിൽ ആരും അഹങ്കരിക്കരുത്. എല്ലാ സമൃദ്ധിയുടെയും നടുവിൽ കണ്ണുനീര് തേടിയെത്താം. ദൈവത്തിലുള്ള കൃപയും ആശ്രയം ഇടരുത്. ഒന്നുകൂടെ കൈയടിച്ച ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. അപ്പൊ ഈ തള്ള ഈ സഹോദരി ഏലിയാവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തെന്നറിയാമോ? നീ എൻ്റെ മോനെ കൊല്ലാൻ വന്നതാണോ എന്ന്. ശങ്കിന് കൊള്ളുന്ന വാക്ക്. ചാകാനിരുന്നല്ലേ, ജീവിപ്പിച്ചില്ലേ, ഇപ്പം ചോദിക്കുക കൊല്ലാൻ വന്നാണോ എന്ന്. ഇതാണ് നമ്മുടെ അവസ്ഥ. കർത്താവ് വരാറായി പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. 1 സഭയുടെ വന്ദനം, 2 സഭയുടെ പ്രത്യാശ, 3 സഭയുടെ കാത്തിരിപ്പ്, 4 സഭയുടെ പ്രാർത്ഥന കർത്താവിൻ്റെ വരവായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പർപ്പസ്ഫുള്ളി, അതല്ല പരിശുദ്ധാത്മ ഇവിടെ കയറി വന്നപ്പോഴേ പാട്ട് അങ്ങനെ ആയിരുന്നു ഇത് പ്രസംഗിക്കുന്നത്. എവിടെയായാലും കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കാത്ത ഇടപാടില്ല. പണ്ട് പെന്തക്കോസുകാരുടെ യോഗം ആരംഭിച്ചാൽ 4 ദിവസം കൊണ്ട് 1 ദിവസമെങ്കിലും എന്ത് ചെയ്യും? കർത്താവിൻ്റെ വരവ്. ഇപ്പം 7 ദിവസം കൊണ്ട് 350 പേരൊക്കെ പ്രസംഗിക്കുന്ന ഇടമുണ്ട്. ഞാനിവിടെ ഒന്നും പറയത്തില്ല. പക്ഷേ ആരും കർത്താവിൻ്റെ വരവ് ഉണ്ടാറില്ല. കാരണം പ്രസംഗിച്ച് ഇപ്പം പ്രാസംഗികന് തന്നെ സംശയമായി കർത്താവ് വരുമോന്ന്. അഥവാ വന്നാൽ പോകുമോ എന്ന് അയാൾക്ക് ഉറപ്പില്ല. യേശു വരും. നീ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തുതിച്ചാട്ട്. അപ്പം ഞാനിതുവരെ 6 സാക്ഷ്യം പറഞ്ഞു. ഇനി ആവർത്തിക്കുന്നില്ല. 7ാമത്തെ സാക്ഷ്യമേ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവാ. ലോകത്തിൽ ആരും പറയാത്തൊരു വാചകം പറഞ്ഞിട്ട് പോയത് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഞങ്ങൾക്ക് യേശു കർത്താവിൻ്റെ മടങ്ങിയൊരുവ് കാത്തിരിപ്പാൻ ഒരു സാക്ഷിയുടെയും ആവശ്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 14:1, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഐ വിൽ കം അഗെയിൻ. ഈ 3 വാചകം മതി ഞങ്ങൾക്ക് യേശു കർത്താവിൻ്റെ മടങ്ങിവരെ കാത്തിരിപ്പാൻ. കാരണം ഞങ്ങളുടെ കർത്താവ് ഫോഷ്കു പറയുന്നവനല്ല, അവൻ വ്യാജം പറയുന്നവനല്ല. ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി മാറും, എൻ്റെ മേലെയുള്ള ആകാശം മാറും, എന്നാൽ എൻ്റെ കർത്താവിൻ്റെ വാക്കുകൾ മാറുകയില്ല. ഒന്നുകൂടെ കരമടിച്ച് കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചേ. ഞങ്ങൾ ഈ നാട്ടുകാരോട് പറയാം, ലോകത്തിലൊരു ഒരു മഹാരഥനും മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയിട്ടില്ല. ഹിറ്റ്ലർ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്. മുസോളിനി പറഞ്ഞില്ല, കാറൽ മാർക്സ് പറഞ്ഞില്ല, ലെനിൻ പറഞ്ഞില്ല, എംഗൽസ് പറഞ്ഞില്ല, സഞ്ജയ്ജി പറഞ്ഞില്ല, ഇന്ദിരാജി പറഞ്ഞില്ല, നെഹ്റുജി പറഞ്ഞില്ല, ശ്രീ മുഹമ്മദ് നബി പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവുണ്ടെങ്കിൽ അത് യേശു മാത്രമെന്ന് പറയുവാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്തോത്രം പറയാം. യേശു പറഞ്ഞു ഞാൻ മടങ്ങി വരും. എത്ര തവണ പറഞ്ഞു? 14:18, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. 14 യോഹന്നാന്റെ സുവിശേഷം 14:19, കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നുണ്ട് നിങ്ങളും ജീവിക്കും. യോഹന്നാൻ 14:28, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. മനുഷ്യപുത്രൻ പിതാവിൻ്റെ ബൗദ്ധത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. മത്തായി 16:27. ഈ യേശു കർത്താവിനെ വിസ്തരിക്കുമ്പോൾ, ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ നിരവധി ചോദ്യങ്ങൾ യേശുവിനോട് ചോദിച്ചു. മാറി അവനെ അവർ വിസ്തരിച്ചു. ഹന്നാവും പീലാത്തോസും കയ്യപ്പാവും എല്ലാം, മഹാപുരോഹിതന്മാരും ഗവർണറും മാറി വിസ്തരിച്ചു. പക്ഷേ യേശു കർത്താവ് ഒന്നിനും മറുപടി പറഞ്ഞില്ല. അവൻ നിശബ്ദനായി നിന്നു. ഒരു ദൂത് ഇന്ന് രാത്രി നിന്നോട് പരിശുദ്ധാത്മാ പറയുക, എല്ലാറ്റിനും നീ ചാടിക്കേറി മറുപടി പറയരുത്. മറുപടി പറയാൻ ദൈവത്തെ ഏൽപ്പിക്കണം. പറയേണ്ട പോലെ തക്ക സമയത്ത് ദൈവം മറുപടി പറഞ്ഞോളൂ. വേദോസിൽ വാക്യമുണ്ട്, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറും. ദൈവം എഴുന്നേൽക്കണമെങ്കിൽ നീ ഇരിക്കണം. നീയും നിൻ്റെ ദൈവം ഒരുപോലെ എഴുന്നേറ്റ് നിൽക്കില്ല. നീ എപ്പോൾ എഴുന്നേറ്റ് നിൽക്കുമോ അപ്പം ദൈവം ഇരിക്കുകയായിരിക്കും. നീ ഇരുന്നാൽ നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. യേശുവിനോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊന്നും യേശു മറുപടി പറഞ്ഞില്ല. എന്നാൽ 2 ചോദ്യങ്ങൾക്ക് യേശു മറുപടി പറയാതിരുന്നില്ല. ഒന്നാമത്തെ ചോദ്യം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യമാണ്. പീലാത്തോസ് ഒരു അഹങ്കാര ചോദ്യം യേശുവിനോട് ചോദിച്ചു. വായിച്ചു. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ
എന്റെ മേൽ നിനക്ക് ഒരു അധികാരം ഉണ്ടാകില്ലായിരുന്നു. പീലാത്തോസ് ഒരു അഹങ്കാരത്തോട് ചോദിച്ചു, നീ എന്നെ മിണ്ടാത്തത്? നിന്നെ വിട്ടയക്കാനും നിന്നെ ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ യേശു വാ തുറന്ന് പറഞ്ഞു, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ ഒരധികാരവുമില്ല. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്ന സകല ദൈവമക്കൾ കൈ ഉയർത്തി ദുഷ്ടപിശാചികൾക്ക് വിളിച്ചു പറ, ദുഷ്ടപിശാചെ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരമില്ല. കരമടിച്ചു ശക്തിയോട് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, സാത്താന്റെ ചരക്ക് നിന്റെ ഇല്ലെങ്കിൽ തന്റെ ഇടത്തോട് പറ, ദുഷ്ടപിശാചേ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എന്റെ മേൽ, എന്റെ കുടുംബത്തിന്മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരമില്ല. ഒരധികാരവുമില്ല. ഒരധികാരവുമില്ല. രണ്ടാമത്തെ ചോദ്യം മഹാപുരോഹിതൻ ചോദിച്ച ചോദ്യമാണ്. മത്തായി സുവിശേഷം 26:61 വായിക്കേണ്ട, ഞാൻ പറയാം. നീ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചപ്പോൾ യേശുവിന്റെ മറുപടി, അതെ ഞാൻ ആകുന്നു. മനുഷ്യപുത്രൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നതും അവൻ ആകാശ മേഘങ്ങളെ തേരാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് അരുളി ചെയ്തു. സഹോദരങ്ങളെ, ഒന്നിൽ യേശു ഭോഷ്ക് പറഞ്ഞു, അല്ലെങ്കിൽ യേശു സത്യം പറഞ്ഞു. ഞങ്ങളുടെ കർത്താവ് ഭോഷ്ക് പറയുന്നവനല്ല, യേശു മടങ്ങി വരും. ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് മുമ്പ് ഭൂമിയിൽ സംഭവിക്കേണ്ട 96ഓളം അടയാളങ്ങൾ, ഇൻസിഡൻസ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പല തവണ ഈ ഏരിയയിലൊക്കെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറ്റിയിരുന്നല്ല ഞങ്ങളുടെ ഇരിക്കുന്ന ബൈബിൾ. പിന്നെയോ ബൈബിളിനനുസരിച്ച് കാലഘട്ടം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. വർത്തമാനപത്രവും ടി വിയും ഇന്നലെ എന്ത് നടന്നെന്ന് ഇന്ന് നിങ്ങളോട് പറയുന്നു, ഇല്ല രാവിലെ നടക്കുന്നത് വൈകിട്ട് പറയുന്നു. ലൈവ് ടെലികാസ്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നു, ഇപ്പോൾ പറഞ്ഞു വരാം. എന്നാൽ നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ പത്രത്തിന് കഴിയില്ല, ടി വിക്ക് കഴിയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇന്ന് നമ്മോട് പറയുന്നൊരു പുസ്തകമുണ്ട്. അതത്രേ വിശുദ്ധ വേദപുസ്തകം. ഈ തിരുവെഴുത്തിനായി ഒരിക്കൽ കൂടെ കൈ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഈ വേദപുസ്തകത്തിൽ 2 ഭാഗം പ്രവചനമാണ്. പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാനുള്ളത്. വേദപുസ്തകത്തിലെ ആകെ പ്രവചനങ്ങളിൽ പകുതി പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടു. നിവർത്തിയായ പ്രവചനങ്ങൾ, ഇനിയുള്ള പ്രവചനങ്ങൾ നിവർത്തിയാകും എൻ്റെ ഉറപ്പാണ്. ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവവൈതലേ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ കണ്ണുനീരിന്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നൊരു ദൈവമുണ്ടെങ്കിൽ വരും ദിനങ്ങളിലും നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം തരും. ശക്തിയോടെ സ്തോത്രം പറയൂ. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി മുമ്പ് ഭൂമിയിൽ നടക്കേണ്ട 96 അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിൽ എഴുതുന്നുണ്ട്. ഈ 96 അടയാളങ്ങളെ വിശുദ്ധ ബൈബിൾ 4 തിരിക്കുന്നു. 1 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 യഹൂദിയ ലക്ഷണങ്ങൾ, 4 മാർഗീയ ലക്ഷണങ്ങൾ. അതായത് യേശുക്രിസ്തുവിൻ്റെ വരവെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ യഹൂദജാതിയുടെ അവസ്ഥ എന്തായിരിക്കും, യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ ക്രിസ്തീയ സഭയുടെ അവസ്ഥ എന്തായിരിക്കും. ഇത് 4 പഠിക്കണമെങ്കിൽ 4 രാത്രികൾ വേണം. പക്ഷേ 4 ഒന്നിച്ച് പഠിച്ചാൽ നമ്മുടെ കർത്താവ് അടുക്കൽ വാതുക്കലായിരിക്കുന്നു. ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യം വായിക്കും. യേശു ക്രിസ്തു തന്നെ തിരുവായും മൊഴി അരുളി ചെയ്ത ഒരടയാളം, യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ ജാതീയ മണ്ഡലത്തിലും ഈ പ്രപഞ്ചത്തിലും സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞത് വായിച്ചാട്ടെ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം ഉണ്ടാകും. അവിടെ എഴുതിയിരിക്കുന്നു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് പരിഭ്രമം ഉണ്ടാകും. ഭയം വർദ്ധിക്കും, മനുഷ്യന് പരിഭ്രമം വർദ്ധിക്കും, പേടി വർദ്ധിക്കും. ഭയം വർദ്ധിച്ചിരിക്കുന്നു, പരിഭ്രമം വർദ്ധിച്ചിരിക്കുന്നു, പേടി വർദ്ധിച്ചിരിക്കുന്നു. കുറച്ചു കാലം മുമ്പ് വരെ മാസ്ക് ഇട്ടുകൊണ്ടാണ് നമ്മൾ ഇരുന്നത്. അന്നും ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ആ സമയത്ത് മനുഷ്യൻ ഒന്ന് ചുമച്ചാൽ പേടിയാ, ചുമയ്ക്കുന്നവനെ പേടിയായിരുന്നു. അച്ചിന്നും തുമ്മിയാ അവൻ നോട്ടപ്പുള്ളിയാ. എന്തിനാ സ്തോത്ര കാഴ്ച, ജോർജ് കുട്ടി പോലും സ്പ്രേ അടിച്ചല്ലേ എടുത്ത്. പേടിയായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ തണ്ണിത്തോടാണ് പ്രസംഗിച്ചത്. സത്യം പറഞ്ഞാൽ കുറേ പേടിച്ച് ഇന്നലെ. കാരണം തണ്ണിത്തോടെന്ന് പറഞ്ഞാൽ അറിയാമോ, കാട് 15 കിലോമീറ്റർ കാട്ടിൽ കൂടെ അപ്പുറത്ത് ചെല്ലണം. അപ്പോൾ ഇപ്പോൾ ആന ഇറങ്ങുന്ന സമയമാണ്. ഇങ്ങോട്ട് കാറേ കയറിയപ്പം പറഞ്ഞു പെതുക്കെ കാറ് വിടാവുള്ളൂ, ഇവന്മാരാലും മുമ്പിൽ വന്ന ലൈറ്റ് ഓഫ് ആക്കരുത്. ഞങ്ങളുടെ സഹോദരൻ ജോസഫ് സഹോദരൻ ഒത്തിരി സഹോദരൻ പറഞ്ഞതുകൊണ്ട്. അപ്പം അവിടെ എല്ലാം പേടിയാ, ഭയമാ, ഭയം 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 മനുഷ്യനെ ഭയം ഗ്രസിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു പദമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ, കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ജാതികൾക്ക് പരിഭവമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട് പാസേ കടലിലേക്ക്? നമ്മൾ പോയതല്ലേ മീനൊക്കെ വാങ്ങാൻ. പൊഴിയൂർ എത്ര കിലോമീറ്റർ കാണും? എത്ര? 5 കിലോമീറ്റർ. അപ്പം മുഴക്കം ഇവിടെ കേൾക്കാം.
അതായത് കടലിൻ്റെ മുഴക്കം നിമിത്തം കേട്ടോ, ജാതികൾക്ക് നിരാശയോട് പരിഭ്രമം ഉണ്ടാകും. അതെന്താ? കുറച്ച് വർഷം മുമ്പ് ഇത് പറഞ്ഞ ആൾക്ക് മനസ്സിലായില്ല, ഇത് ആരാടാ എഴുതി വെച്ചെന്ന് ചോദിക്കും. എന്നാൽ സുനാമി എന്ന രാക്ഷസ തിരമാല ഉണ്ടായി. ഞാനും കായംകുളംകാരനാണ്. 10 കിലോമീറ്റർ പോയ കടലാ. നല്ല മുഴക്കം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കേൾക്കാം. ഇദ്ദേഹം അതിനടുത്തുള്ള ആളാണ് ഇല്ലേ. അപ്പം ഈ കടലും കായലും ഒന്നായി. ഇന്തോനേഷ്യയിലെ സുമത്രാ ദ്വീപിലുണ്ടായ ഭൂമി കുലുക്കത്താൽ സുനാമി എന്ന രാക്ഷസ തിരമാല, അന്നാണ് ലോകം ആദ്യം കാണുന്നത്. കൊന്നത്തെങ്ങിൻ്റെ വലിപ്പത്തോളവും തിരമാല ഉയരും. അന്ന് 2 ലക്ഷം ആളുകളാണ് ഒറ്റ രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ടത്. ഇപ്പോൾ കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായപ്പോൾ ബാക്കി എല്ലാവരും വിചാരിച്ച് ഞങ്ങൾ സുരക്ഷിത. അമേരിക്കക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷേ അവർക്ക് അരിക്കേനെന്നാണ് അവർ വിളിച്ചത്. നല്ല പെൺപിള്ളേരുടെ റീത്ത, കത്രീന എന്നൊക്കെ പേരിട്ടു. പക്ഷേ സംഭവം അടിച്ച് കയറി. ആദ്യം ഹൂസ്റ്റണ് നേരെ അടിച്ചു. പിന്നെ അടുത്തത് അടിക്കാൻ തുടങ്ങിയപ്പം പറഞ്ഞു ജീവൻ വേണ്ടവല്ല ഓടിക്കോളാൻ. വല്ലതും മനസ്സിലാകുന്നുണ്ട്? ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രം അമേരിക്ക പറഞ്ഞു സുനാമി വന്നപ്പം രക്ഷ വേണേ ഓടിക്കോളാൻ. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം തമ്പുരാൻ നിന്നെ കുലുക്കാൻ തുടങ്ങിയാൽ ലോകത്തിൽ ആർക്കും നിന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ല. പ്രൈസ് ലോർഡ്. ദൈവം നിന്നെ പൊളിക്കാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ പണിയാൻ കഴിയില്ല. ദൈവം നിന്നെ പറിക്കാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ നടാൻ കഴിയില്ല. എന്നാൽ മറുവശമുണ്ട്, സ്വർഗത്തിലെ ദൈവം നിന്നെ നിർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ കുലുക്കാൻ കഴിയില്ല. ദൈവം നിന്നെ പണിയാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ ഹല്ലേലൂയ ഇടിപ്പാൻ കഴിയില്ല. ദൈവം നമ്മെ നടാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നമ്മെ പറിക്കാൻ കഴിയില്ല. കരമടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, സ്വർഗത്തിലെ ദൈവം നമ്മെ പണിയും, അവൻ നമ്മെ നടും, ആർക്കും പറിക്കുവാൻ കഴിയില്ല. അപ്പം വല്ലതും മനസ്സിലായോ? കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശ വർദ്ധിക്കും. കടലിളകിയാൽ ലോകമിളകും. എന്താ കാര്യമെന്നറിയാമോ? കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കേരളത്തിലെ പ്രധാന പട്ടണങ്ങൾ സമുദ്രതീരത്താണ്. നിങ്ങൾ പഠിച്ചു നോക്കൂ. അങ്ങേയറ്റം മംഗലാപുരം മുതൽ നോക്കുക, കടൽ തീരത്ത്, കോഴിക്കോട് കടൽ തീരത്ത്, തൃശ്ശൂർ കടൽ തീരത്ത്, മാത്രമല്ല തിരുവനന്തപുരം കടൽ തീരത്ത്, എല്ലാ പട്ടണവും നോക്കിക്കോ. ബോംബെ കടൽ തീരത്ത്, കൊച്ചി കടൽ തീരത്ത്, കോഴിക്കോട് കടൽ തീരത്ത്. ലോകത്തിലെ വൻ പട്ടണങ്ങൾ എവിടാ? കടൽ തീരത്ത്. ഗൾഫ് രാജ്യങ്ങൾ എവിടാ? ദോഹ കടലിൻ്റെ നടുക്ക്, മസ്കറ്റ് കടലിൻ്റെ നടുക്ക്, കുവൈറ്റ് കടലിൻ്റെ നടുക്ക്, ഇംഗ്ലണ്ട് കടലിൻ്റെ നടുക്ക്. ലോകത്തിലെ വൻ പട്ടണങ്ങളെല്ലാം സമുദ്രതീരത്താണ്. വേദത്തിൽ വാക്യമുണ്ട്, ദൈവം തമ്പുരാൻ വെള്ളം വിട്ടയച്ചാൽ ഇതൊന്നും ഇല്ലാതെയാകും. അവൻ പിടിച്ചു നിർത്തുന്നതാ. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാം, നമുക്കൊന്നും പ്രശംസിപ്പാനില്ല. തമ്പുരാൻ വെള്ളം വിട്ടയച്ചാൽ ദോഹ കാണില്ല, സൗദി കാണില്ല, മസ്കറ്റ് കാണില്ല, കുവൈറ്റ് കാണില്ല, ഇംഗ്ലണ്ട് കാണില്ല, തിരുവനന്തപുരം കാണുന്നില്ല. ഇതൊക്കെ നിൽക്കുന്നത് തമ്പുരാന്റെ കൃപയാലാ. അതുകൊണ്ട് ജനത്തിന് ഭയമാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നിരാശയോട് ഭയമുണ്ടാകും. അത് മാത്രമല്ല, അഗായിപ്പനോട് 2-ാം അധ്യായം 6-7 വാക്യം പറയുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും, ഞാൻ ആകാശത്തെ ഇളക്കും. അടുത്ത വാക്യം ദൈവമക്കളുടെ പ്രത്യാശയ, സകല രാജ്യത്തിൻ്റെയും മനോഹര വസ്തു വരും. കര ഇളകിത്തുടങ്ങിയെങ്കിൽ, കടൽ ഇളകിത്തുടങ്ങിയെങ്കിൽ, ആകാശം ഇളകിത്തുടങ്ങിയെങ്കിൽ ഇളക്കമില്ലാത്ത രാജ്യം സ്ഥാപിപ്പാൻ യേശു ഇറങ്ങി വരാറായി. ഒന്നുകൂടെ കൈ ഉയർത്തിയാടി സ്വതന്ത്രം പറഞ്ഞേ. ഫാസ്റ്റ് ഒന്ന് വായിച്ചേ. വേദപുസ്തകം എത്ര ക്ലിയറാ. 65-ാം സങ്കീർത്തനം 7-ാം വാക്യം. വേദപുസ്തക പ്രവചനം എവിടെ ഉണ്ടെങ്കിലും ക്ലിയറാ. വായിക്കോ. 65-7. അവൻ സമുദ്രങ്ങളുടെ സ്പെസിഫൈ ചെയ്ത് വായിക്കാം. അവൻ വായിക്കേ. സമുദ്രങ്ങളുടെ മുഴക്കവും, അവൻ അവിടെ അതാ വായിക്കണ്ട. അവൻ വായിച്ചു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. അടുത്തത്, പൂസിമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ കണ്ടോ, നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. വേദപുസ്തകത്തിൽ ക്ലിയറാ. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും ജാതികളുടെ കടവും ശമിപ്പിക്കുന്നു. പൂസിമാവാസികളും അവരുടെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. അതിന്റെ അർത്ഥം എന്നറിയാമോ? ലോകം മുഴുവൻ ഇളകുക, ലോകം മുഴുവൻ ഇളകുക, ലോകം മുഴുവൻ ഇളകുക. ഈ ലോകത്തിൻ്റെ ഇളക്കം നിർത്താൻ ഒരു നേതാവിനെ കൊണ്ട് കഴിയില്ല. പിന്നെ എനിക്കൊരവസരം കിട്ടിയായിരുന്നേ ഞാൻ നന്നാക്കാമായിരുന്നെന്ന് ആരും പറയരുത്. അങ്ങനെ എല്ലാവർക്കും ഈ അവസരം കൊടുക്കുക. ഇവരെല്ലാം കയറി ഭരിച്ചു മുടിച്ച് നശിപ്പിച്ച് കഴിയുമ്പോൾ ഭരിക്കാൻ അറിയാവുന്നവൻ ഇറങ്ങി വരും. നിങ്ങൾ സ്വതന്ത്രമൊന്നും പോലും പറയുന്നില്ല. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞ, ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഭരിക്കുന്നവർ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ചെല്ല് പറഞ്ഞ് ഇന്നാര് മാറിയിട്ട് ഇന്നാര് വരാൻ പ്രാർത്ഥിക്കും. എന്തിനാ? ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. ആര് വാഴണമെന്നും ആര് വീണമെന്നും തമ്പുരാനാണ് തീരുമാനിക്കുന്നത്.
സെക്കൻഡുകൾ കൊണ്ട് വീഴിക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്നാര് വരാനും ഇന്നാര് പോകാനും ഒന്നും പ്രാർത്ഥിക്കണ്ട. ആര് വന്നോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഒരു കാര്യം പറയാം, ആര് ഭരിച്ചാലും നന്നാകാൻ പോകുന്നില്ല. ഇത് ടോട്ടൽ ലോസിൽ തള്ളിയിരിക്കുക. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ ഇപ്പോൾ എല്ലാം ശരിയായല്ലോ. ഇവർക്ക് ആർക്കും നന്നാക്കാൻ കഴിയില്ല. എന്നാൽ ഇതെല്ലാം കഴിയുമ്പോൾ നന്നാക്കാൻ അറിയാവുന്നവൻ ഇറങ്ങി വരും. മക്കളെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഉറങ്ങുകയാണോ? എഴുന്നേറ്റ് നിന്നേ. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണാധികാരികൾ പൊടുന്ന നാവെമാർ. കൈയടിച്ചേ. ഭരണാധികാരികൾ പൊടുന്ന നാവെമാറിടും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരവിനായൊരുങ്ങി നിൽക്കാം നാം ദിനം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. എല്ലാവരും കൈയടിച്ചേ. ഓ അത്തിമോദലായ സകല വൃക്ഷവും, അത്തിമോദലായ സകല വൃക്ഷവും കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കുക, കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കുക. ഊനാദത്തിൽ നാദം കേൾക്കാറായി, ഊനാദത്തിൽ നാദം കേൾക്കാറായി. പാടിക്കേ. യേശുരാജൻ വേഗം വാനിൽ വന്നു, യേശുരാജൻ വേഗം വാനിൽ വന്നു, തൻവരവിനായൊരുങ്ങി നിൽക്കാം നാം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, കേൾക്കും നിശ്ചയം. സൂര്യചന്ദ്ര താരകാദിഗോളങ്ങൾ, സൂര്യചന്ദ്ര താരകാദിഗോളങ്ങൾ സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ, സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ ഭീമാമാറ്റം വരുവാൻ പോകുന്നു, ഭീമാമാറ്റം. കഴിച്ചേ. ഹല്ലേലൂയ. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരവിനായൊരുങ്ങി നിൽക്കാം നാം ദിനം, ഓ തൻവരവിനായൊരുങ്ങി നിൽക്കാം നാം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഭരണകൂടം മാറി മറിഞ്ഞുവാനിടുക, ഭരണകൂടം മാറി മറിഞ്ഞുവാനിടും, ഭരണാധികാരികൾ പൊടുന്ന നൗവെ മാറുന്നു, ഭരണാധികാരികൾ പൊടുന്ന നൗവെ മാറുന്നു. മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരിച്ചുയർത്തേ. ഉടമാറിയാന ഉടമ ശക്തിയാൻ വേഗം വാനിടും, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഭരണകൂടം മാറി മറിഞ്ഞു വരും, ഭരണാധികാരികൾ പൊടുന്നനവെ മാറും, മരിച്ചുയർത്തവൻ ഭരണം കയ്യേൽക്കും. അതുവരെ ആര് ഭരിച്ചാലും ഇവിടെ നന്നാകില്ല. വഷളത്വവും വക്രതയും അനീതിയും അക്രമവും പെരുകും, പാവം വർദ്ധിക്കും. ഇവർക്കാർക്കും നിയന്ത്രിപ്പാൻ കഴിയില്ല. കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാക എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ ഇതിനെ അടക്കാൻ കഴിവുള്ളവൻ ഇറങ്ങി വരാറായി. കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറയൂ. യേശു കർത്താവ് പറഞ്ഞു, ജാതി ലക്ഷണമായി അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ 17 കാര്യങ്ങൾ പൗലോസിക്ക് പറഞ്ഞു. 2 തെസ്സലോനിക്കർ 3:1 മുതൽ ദുർഘട സമയങ്ങൾ വരും. പെർലസ് ടൈം, ഹാർഡ് ടൈം, ഡിഫിക്കൽട്ട് ടൈം, ഗ്രീവിയസ് ഡേയ്സ്. അവിടെ പറഞ്ഞ പ്രധാന 3-4 കാര്യം പറയാം. 17 കാര്യമുണ്ട്. മനുഷ്യർ വാത്സല്യമില്ലാത്തവരാകും, കനിവറ്റവരാകും, ഉഗ്രന്മാരാകും, സൽഗുണദോഷികളാകും, നന്ദി കെട്ടവരാകും. നമ്മുടെ കൺമുമ്പിൽ ഇതൊക്കെ നിവർത്തിക്കപ്പെടുകയല്ലേ. മനുഷ്യർ വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. എന്തൊക്കെയാ കാണുന്നത്? അപ്പനെ ആർത്ത് മുറിക്കുക, മീനെ കണ്ടിച്ചിടുന്ന പോലെ.
അമ്മയുടെ തലക്കടിച്ച് കൊല്ലുക, എന്തൊക്കെയാ, കൊച്ചു കുഞ്ഞുങ്ങളെ കാലെ പിടിച്ച് വാരി എറിയുക, ഒരു പാലത്തെ നിന്നൊരു കെട്ട് ഇങ്ങനെ വലിച്ചെറിയുന്ന കണ്ട് വള്ളക്കാരി എന്നൊക്കെ ഒരു അമ്മയും മോളൂടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയതാണ്. തിരുവല്ലായി കുറേ കാലങ്ങൾക്ക് മുമ്പ് മുനിസിപ്പാലിറ്റിയുടെ ചവറുകൂന ഇങ്ങനെ തട്ടിയിടുമ്പം ഒരു ചോരക്കുഞ്ഞ് എലികൾ കൊന്നിട്ടിരിക്കുന്നു, ഒരമ്മ കൊണ്ടിട്ട് പോയതാണ്. വേറെയിടത്ത് ഒരു ബസ്ക്കറ്റിൽ ഉറുമ്പ് കടിച്ചൊരു കുഞ്ഞിനെ കൊണ്ടിരിക്കുന്നു. ഓക്കെ, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോളറുണ്ട് പോയി, പിള്ളേരവിടെ ചെന്നപ്പോൾ അവിടെ പാവക്കുട്ടി പൊക്കിയെടുത്തപ്പോൾ ഒരു കുഞ്ഞാ, വാത്സല്യമില്ലാത്തവർ പെറ്റതള്ള തന്നെ കുഞ്ഞിനെ, അതൊന്നും ചോദ്യമായിരുന്നു. വലിച്ചെറിയ, കനിവറ്റവർ, വാത്സല്യമില്ലാത്തവർ, ഉഗ്രന്മാർ. കഴിഞ്ഞ ദിവസം വായിച്ചില്ലേ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? ഒരുത്തൻ ഭാര്യയെ കൊന്നിട്ട് ബാത്റൂമിലിട്ട് കഷ്ണം കഷ്ണമായി ഇരുന്നെടുത്തിട്ട് എല്ലിടിച്ചു പൊടിച്ചെന്ന്. മനുഷ്യന് കഴിയുന്ന കാര്യമാണോ? കുക്കറി വേവിച്ചെന്ന് ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുക. കനിവറ്റവർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ. നമ്മുടെ അടുത്തല്ലേ കഷായം, ജ്യൂസും കഷായം ഒന്നും വാങ്ങി കുടിച്ചേക്കല്ലേ പിള്ളേരെ? കനിവറ്റവർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഉഗ്രന്മാർ, ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ ലോകം മുഴുവൻ നടക്കുന്നു. ഇനി ഇന്നതോടെ നടക്കാവണമെന്നില്ല. ഭൂമി വാസയോഗ്യമല്ലാതായി തീർന്നു. ഞങ്ങളുടെ പ്രതീക്ഷയും മണ്ണിലല്ല വിണ്ണിലേക്കാണ്. ഒരു ദിവസം യേശുവിൻ്റെ കാഹളം ധ്വനിക്കും. ദൈവസഭയിൽ നിന്ന് മാറ്റപ്പെടാറായി. കൈയൊന്ന് ഉയർത്തിയാട്ടി ശക്തിയോട് സ്തോത്രം പറഞ്ഞേ. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്, കാഹളം ധ്വനിക്കുമെന്നും സമയം പോയി, മരിച്ചവർ ഉയർക്കുമെന്നും ഒക്കെ പറഞ്ഞാൽ പലർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്ന മുമ്പ് പറയാം, ഈ വേദപുസ്തകം പറഞ്ഞ ഒരു കാലത്ത് പറഞ്ഞ പലതും മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ അവ വഴി പലതും നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ തെളിവ് ഞാൻ പറഞ്ഞിട്ട് ഈ പ്രയോഗം പ്രാർത്ഥന അവസാനിപ്പിക്കാം. അതായത് ബൈബിൾ പറഞ്ഞ പല കാര്യങ്ങളും മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷെ അവയെല്ലാം നമ്മുടെ കൺമുമ്പിൽ നിവർത്തിക്കപ്പെടുന്നെങ്കിൽ കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധൻ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. എത്ര കൈ ഇന്ന് രാത്രി പൊങ്ങും? ഒരു തെളിവ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ഷോട്ട് ചെയ്യുന്നത്, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 7 മുതൽ വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 7 മുതൽ പെട്ടെന്ന് വായിച്ചു. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സ്വതം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അവിടെ നിർത്തണം, ഞാൻ പറയും പിന്നെ വായിക്കണം. ഇത് അവരവിടെ നിന്ന് എഴുതിയിരിക്കുന്നത് യേശു കർത്താവിന്റെ മടങ്ങി വരവിന് ശേഷം ദൈവസഭ നിർത്തപ്പെട്ട കേട്ടും ആന്റി ക്രൈസ്റ്റിന്റെ വാഴ്ചയിൽ മഹോദ്രവകാലം ആരംഭിക്കുമ്പോൾ 2 വിശുദ്ധന്മാരുടെ വരും, അല്ലെ 2 സാക്ഷികൾ വരും, 2 പ്രവാചകർ വരും. അവർ മോശയും ഏലിയാവും നമ്മൾ പഠിപ്പിക്കുന്നു. ചിലർ ഹാനോക്കും ഏലിയാവെന്ന് പഠിപ്പിക്കുന്നു. എന്തായാലും മോശയും ഏലിയാവും എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. 2 ഭക്തന്മാർ, അന്ന് 2 പേരേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ 2 പേരേ ഉള്ളൂ ഇവിടെ പ്രസംഗിക്കാൻ, 2 പേരുള്ള സാക്ഷി പറയാൻ. പക്ഷെ അവർ തുടങ്ങിയ കേട്ടോ, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം. വല്ലോ മനസ്സിലാകുന്നുണ്ടോ? ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വാഴ്ചയിൽ 2 പ്രവാചകന്മാരിവിടെ വരും. പക്ഷെ അവർ തങ്ങളുടെ സാക്ഷ്യം തികയ്ക്കാതെ ആൻറ്റി ക്രൈസ്റ്റിന് അവരെ തൊടാൻ കഴിയില്ല. സ്റ്റേജിലും ഗ്രൗണ്ടിലും ഇരിക്കുന്ന ദൈവമക്കളോടും ദൈവദാസന്മാരോടും ഞാൻ പറയാം, നിന്റെ ശുശ്രൂഷ തികയ്ക്കാതെ നിന്നെ തൊടാൻ ഒരന്ധകാര വ്യാപാരത്തിന് കഴിയില്ല. ഒന്ന് കൈയടിച്ച ശക്തിയുടെ സ്തോത്രം പറ. നിന്റെ ശുശ്രൂഷ തീരാതെ നിന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ കൊന്നുകളയും. വായിച്ചോ പാസ്, നിർത്തിയെടുത്ത് വായിക്ക്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്ന് പറയുന്ന നഗരത്തിൽ അവരുടെ ഡെഡ് ബോഡി എത്ര ദിവസം കിടക്കും? വായിക്കുന്നേ, 3.5 ദിവസം കിടക്കും. വായിക്കൂ അടുത്ത വാക്യം. ശ്രദ്ധിക്കും നിങ്ങളെല്ലാവരും. സകല വംശക്കാരും, ഗോത്രക്കാരും, സകല ഗോത്രക്കാരും, ഭാഷക്കാരും, സകല ഭാഷക്കാരും, ജാതിക്കാരും, സകല ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. ആരുടെ ശവം? സാക്ഷികൾ. ഉറക്കെ പറയുന്നേ, സാക്ഷികളുടെ. യെരുശലേമിൽ കിടക്കുന്ന 2 വിശുദ്ധന്മാരുടെ സാക്ഷികളുടെ ഡെഡ് ബോഡി സകല ഭാഷക്കാരും, സകല വംശക്കാരും, സകല ജാതിക്കാരും 3.5 ദിവസം കാണും. തിന്നെഴുതിയിരിക്കുന്നത് 3.5 മതി. അടുത്ത വാക്യം, അവരെ അടക്കാൻ സമ്മതിക്കില്ല. 3.5 ദിവസം കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവിടെ മേൽ വന്ന് ഇവിടെ കയറി വരുമെന്ന ശബ്ദത്തെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അപ്പോൾ വലിയൊരു ഭൂമി കുലുക്കമുണ്ടാകും. ഇത് അടുത്തെഴുതിയിരിക്കുന്നത് സകല ജാതികളും ഇത് കണ്ടുകൊണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? കണ്ടുകൊണ്ടിരിക്കും. ഇതെന്നെഴുതി വെച്ചതാ? വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകം എഴുതി. യെരുശലേമിൽ കൊല്ലപ്പെടുന്ന 3 ഭക്തന്മാരുടെ ഡെഡ് ബോഡി 3.5 ദിവസം യെരുശലേമിൽ കിടക്കും. 2 സാക്ഷികൾ, മോശയുടെ ഏലിയാവിൻ്റെയും.
3.5 ദിവസം ആ ഡെഡ് ബോഡി അവിടെ കിടക്കും. ആ പദം ശ്രദ്ധിച്ചോ, ഭൂമിയിലെ സകല ഭാഷക്കാരും സകല ജാതിക്കാരും സകല വംശക്കാരും അത് കാണും. കാണുമോ? വല്ലോന്ന് പറ, കാണുമോ? കാണുമോ? എങ്ങനെ കാണും? ഇപ്പം പറയാൻ എളുപ്പാച്ചാ, ഇപ്പം പറയാൻ എളുപ്പമാണ് കാണുമെന്ന്. പക്ഷേ ഈ വേദപുസ്തകം എഴുതപ്പെട്ട കാലഘട്ടത്തിൽ, അല്ല ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ, ഒരു 30 വർഷം മുമ്പ് നോ ഇൻ്റർനെറ്റ്, നോ മൊബൈൽ. ഒരു 40 വർഷം മുമ്പ് നോ TV, നോ മൊബൈൽ. ആ കാലഘട്ടത്തിൽ ഭക്തന്മാർ, ഇവിടെയൊക്കെയുള്ള അഭിഷക്തന്മാർ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഭക്തന്മാരുടെ ബോഡി കിടക്കും, ലോകം മുഴുവൻ ഇത് കാണും. അവരെ ഭ്രാന്തന്മാരെന്ന് വിളിച്ചു, പോഷന്മാരെന്ന് വിളിച്ചു. ഏതു കോന്തനാടാ ഇത് എഴുതി വെച്ചെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവിന്റെ വനം പറഞ്ഞിരിക്കുന്നു, കാണും. ഇതിന്റെ അകത്തിൽ എഴുതിയെങ്കിൽ ഇത് കണ്ടിരിക്കും. ഓരാ ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറഞ്ഞേ. രാത്രി നിന്നോടൊരു ദൂത് പറയാൻ പരിശുദ്ധാത്മാവിൽ ദൈവം നിന്നോടൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടോ? സാഹചര്യം ഒന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. ഒന്നുകൂടെ കരമടിച്ച ശക്തിയോടെ സ്തോത്രം പറ. മക്കളെ, പ്രിയ പിതാവേ, പ്രിയ മാതാവേ, നിന്റെ തലമുറയെക്കുറിച്ച്, നിന്നെക്കുറിച്ച് തമ്പുരാന് ദൂത് പറഞ്ഞിട്ടുണ്ടോ? ആലോചന പറഞ്ഞിട്ടുണ്ടോ? ഒന്നും അനുകൂലമായി നീ കാണുന്നില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ സംഭവിച്ചിരിക്കും. യെരൂശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണുമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പോഷന്മാരെ പോലെ നമ്മുടെ ഭക്തന്മാർ ഏറ്റെടുത്ത് വിളിച്ചു പറഞ്ഞു. അന്നേരം അവിടെ പ്രാന്തന്മാരെന്ന് വിളിച്ച് എങ്ങനെയാടുവോ കാണുന്നത്? TV കണ്ടുപിടിച്ചില്ല, റേഡിയോ കണ്ടുപിടിച്ചില്ല. ഇനി നോക്ക്, കുറച്ച് കഴിഞ്ഞപ്പോൾ റേഡിയോ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് എന്ത് കണ്ടുപിടിച്ചത്? TV കണ്ടുപിടിച്ചത്. അപ്പോൾ ലൈവ് ടെലികാസ്റ്റ് ഒന്നും ആരംഭിച്ചില്ല. അങ്ങനെ TV കണ്ടുപിടിച്ചപ്പോൾ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, കാണും കാണും. അങ്ങനെ ആ കാലഘട്ടത്തിൽ നമ്മുടെ വിശുദ്ധന്മാർ പലരും TV വാങ്ങി. എന്താ പറഞ്ഞാൽ വാങ്ങിയെന്നറിയാമോ? യെരൂശലേമിൽ കിടക്കുന്ന വിശുദ്ധന്മാരെ കാണാൻ. അനങ്ങുന്നില്ലല്ലോ. ഈ ഓണം കയറാൻ മൂലം വേണ്ടേ? അവർ വാങ്ങിയത് വിറ്റു ഭക്തന്മാരെ അവിടെ കിടക്കുന്നവരെ കാണാൻ. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ബന്ധം. നമ്മുടെ സ്ഥലത്ത്, ഈ സ്ഥലത്തിൻ്റെ പേരുന്ന കോവിൽ വിളക്കാരോട് ചോദിക്കട്ടെ. അല്ല, ഈ എന്താ ബെസ്റ്റ് നമ്മുടെ സെൻറ്റർ അല്ലേ? സെൻറ്റർ നമ്മളെന്നെ അതിനാ TV വാങ്ങിയേ? അല്ല, എന്തിനു നമ്മൾ വാങ്ങി? വാർത്ത കാണാൻ. പിന്നെ സുരേഷ് ബാബു, ബീമോനച്ചൻ, ജോർജ്, ബാബു ചെറിയാന്, KC ജോണൊക്കെ പ്രസംഗിക്കുന്നു, വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണാം, മെസ്സേജ് കേൾക്കണം. TV വാർത്ത കാണണം. ഇപ്പം എന്നാ കാണുന്നേ? നേരെ സന്ധ്യ ആകുമ്പോൾ TV അങ്ങോട്ട് തുറന്നിട്ട് ടവലും എടുത്തോണ്ട് നാം കണ്ടു നിരപ്പുക. എങ്ങനെ ഒളിച്ചോടാവുന്ന പിള്ളേരെ പഠിപ്പിക്കുക. ഇന്ന് രാവിലെയും കല്യാണം നടത്തിയിട്ട് വന്നേക്ക് ഞാൻ. സന്ധ്യാപ്രാർത്ഥനയുണ്ടോ? പ്രഭാത പ്രാർത്ഥനയുണ്ടോ? കറണ്ട് കട്ട് വരണം. മക്കളെ, വേദവസം എടുത്തോണ്ട് വാടാ. എല്ലാറ്റിൻ്റെയും വേദവസം നടുക്കിങ്ങനെ പൊങ്ങിയിരിക്കുക. അങ്ങടെയൊക്കെ ബൈബിൾ നോക്കി. കാരണം സങ്കീർത്തനം വേഗത്തിൽ വായിച്ചിട്ട് വെക്കാൻ പറ്റിയതാ. ഭക്തന്മാർ സന്ധ്യവേളയിരുന്ന് മക്കളെയും വിളിച്ചിരുത്തി ലോകത്തിൻ താങ്ങുകൾ പഠിക്കേ നീങ്ങിപ്പോയിടുമ്പോൾ പഠിക്കേ ലോകക്കാരെല്ലാരും കൈവേടിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമേ കൂട്ടാളിയാണ്. സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമേ കൂട്ടാളിയാണ്. ഇത് വേഴ്സ്വീന്ന് പഠിച്ചതല്ല, CM കേതായാലും പഠിച്ചില്ല, അപ്പം പാടിക്കേട്ട് പഠിച്ചതാ. സന്ധ്യയ്ക്ക് പിള്ളേരെ ഇരുത്തി പാട്ട് പാടാതെ അത്താഴം വിളമ്പത്തില്ലായിരുന്നു. അത് മാത്രമല്ല, രാവിലെ 5 മണിയാകുമ്പം വെള്ളം കോരി ഒഴിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് പാട്ട് പാടും, രാവിലെ പാടും. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ, നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എൻ്റെ കൂടെ ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എൻ്റെ
വിളിക്കാനും നിഗളിക്കാനും ഇല്ല. നഗ്നനായി വന്ന് നഗ്നനായി പോവും. ഇവിടെ ഒന്നും കൂടെ വരില്ല. അപ്പം ഇതൊക്കെ തലമുറയെ പഠിപ്പിച്ചിരുന്നു. ഞാൻ ഇന്ന് രാവിലെ കല്യാണത്തിന് പ്രസംഗിച്ച് ചോദിച്ചു, ഈ രാവിലെ ഇവിടെ നിങ്ങളോട് ചോദിക്കാം, ഇത് ചോദിച്ചേക്കൂ, ഇന്ന് രാവിലെ മക്കളോടുകൂടുന്ന വേദവസം വായിച്ച് പ്രാർത്ഥിച്ച എത്ര പേരുണ്ടെന്ന് കൈവക്കാവോ? ഇന്ന് രാവിലെ മക്കളോടുകൂടെ ഇരുന്ന് കണ്ടോ സെൻട്രൽ പാസ്റ്ററെ, കണ്ടോ പാസ്റ്റർമാരെ, എത്ര പേരുണ്ട് മക്കളോടിരുന്ന് വേദവസം വായിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്? ഇന്നലെ രാത്രി മക്കളോടിരുന്ന് വേദവസം വായിച്ച് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? കൺവെൻഷൻ ആയിരുന്നില്ലേ? അങ്ങനെ പറയാം. 5 മണിക്ക് എങ്ങനെ എഴുന്നേക്കുന്നത്? ഈ പിള്ളേർ ഉറങ്ങാൻ പോകുന്ന എപ്പോഴാ? നിങ്ങളുടെ ദൃഷ്ടികൾ 12 മണിക്കൊക്കെ പോയി കിടക്കുന്നെങ്കിലും അവർ ഉറങ്ങുന്നില്ല. 4 മണി 5 മണി വരെ ഇതേലാ പ്രയോഗം. കുത്തലേ തൂപ്പലേ തൊടപ്പല്, കുത്തലേ തൂപ്പലേ തൊടപ്പല്. അവൻ ഉറങ്ങുന്ന 4 മണിക്കാണ്, പിന്നെ അവൻ 5-ന് എഴുന്നേക്കുന്നത്. എന്തോ ഒരു അധപ്പതനമാ. കണ്ടോ അച്ഛാ? കുടുംബ പ്രാർത്ഥന ആരംഭിച്ചോണം. കുടുംബ പ്രാർത്ഥന ആരംഭിക്കണം. പേഴ്സണൽ ആൾട്ടർ, ഫാമിലി ആൾട്ടർ, ചർച്ച് ആൾട്ടർ. 3 ആൾട്ടറുകൾ വേണം. അതിലൊന്നാണ് പേഴ്സണൽ ആൾട്ടർ. നീ നിന്റെ ദൈവമായി സന്ധിക്കുന്നൊരിടം. തകർച്ചയുടെ കാരണം ഇതാ. സത്യം പറഞ്ഞാൽ നന്ദി. കൺവെൻഷൻ ആയതുകൊണ്ട് കൂടിയില്ലായിരിക്കും 2-3 ദിവസം. അതിന് മുമ്പ് പാട്ടിട്ടുണ്ടോ? ആദാമേ നീ എവിടെയും ചോദിക്കുമ്പോൾ എൻ്റെ അർത്ഥം ആദാമേ നീ എവിടെ ആയിരിക്കേണ്ടവനെന്നാ. മക്കളെ, നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണം ഈ പുസ്തകം നമ്മുടെ അപ്പൻ എടുത്തതാ. സന്ധ്യാപ്രാർത്ഥന. നാട്ടുകാരുറങ്ങാൻ പോയി നമ്മുടെ പാട്ട് കേട്ടാ. നാട്ടുകാർ ഉണർന്നത് നമ്മുടെ പിതാക്കന്മാരുടെ ആരാധന കേട്ടാ. നഷ്ടപ്പെട്ട യാവിടെ പണിയാ. ഞാൻ അത് ദൈവാത്മാവ് തന്നതാ അതിനിടയ്ക്ക്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വാക്ക് നിർത്താൻ പോവാ. അപ്പം അവർ പ്രവചിക്കൂ, ലോകമെങ്ങുമുള്ള യെരുശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണും. അതിൻ്റെ സംഭവമായി. ഇപ്പം എന്തേ ഇത് ലൈവായി പോവുക. പണ്ട് ഇത് കഴിഞ്ഞ് OV1 എന്നൊരു പരിപാടി വേണമായിരുന്നു. ലൈവ് പോകണമെങ്കിൽ വലിയ വണ്ടി കൊണ്ടിട്ട് വേണം. ഇപ്പം അതൊന്നും വേണ്ട. ഇപ്പം ലൈവായി പോവുക. ഇപ്പം ഈ കൺവെൻഷൻ്റെ ഒക്കെ പ്രത്യേകത എല്ലാ യോഗം ലൈവാ. അതുകൊണ്ട് എന്നാ ഗുണമെന്നറിയാമോ? അച്ചായൻ ഉറങ്ങി താഴെ വീഴുന്ന ലൈവായി അമേരിക്കയിൽ ഇരുന്ന് മക്കൾക്ക് കാണാം. സ്വോത്രം. ഈ നമ്മുടെ കുമ്പനാട് കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ, അതുപോലെ വലിയ കൺവെൻഷനൊക്കെ നടക്കുമ്പം ജനം ഇളകി മറിഞ്ഞ് ആരാധിക്കുമ്പം സ്റ്റേജിൽ ഇരിക്കുന്ന ചില ഉറങ്ങി താഴോട്ട് പോകുന്ന കാണും. ഇതെല്ലാം ലൈവാണ്. ഓർത്തോണം. കണ്ട് പിടിച്ചുകൊണ്ടിരിക്കുക. ഉറങ്ങരുത്. മനസ്സിലായോ? ലൈവ്. അതുകൊണ്ട് പിന്നെയും കാണാം. ഇത് ലക്ഷങ്ങൾക്ക് കാണാം. അങ്ങനത്തെ ഗുണമുണ്ട്. പിന്നെ അതുകൊണ്ട് ചിലർ യോഗത്തിന് വരത്തില്ല, വീട്ടിൽ നിന്ന് ലൈവ് കാണുക. അങ്ങനെയൊക്കെ ഗുണം വന്നു. അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായോ? ഒരു മൊബൈൽ ഫോൺ 2 തീപ്പെട്ടി കൊണ്ട് വലിപ്പമുള്ള മൊബൈൽ അങ്ങോട്ട് ഓണാക്കി വെച്ച് FB ലൈവ് കൊടുത്താൽ മതി, പോവും. ഓണം കേറാമൂലെ നടക്കുന്ന ലോകം മുഴുവൻ എത്തും. ലോകം മുഴുവൻ നടക്കുന്ന സെക്കൻഡുകൾക്കുള്ളിൽ നിന്റെ പോക്കറ്റിൽ വന്ന് വീഴുന്നു. ഇതെല്ലാം സംബുദ്ധൻ സജ്ജീകരിച്ച് വെച്ചേക്കുക. കാലം തീരാറായി, യേശു വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുക. അവൻ കള്ളനെ പോലെ വരും. നിനയാത്ത നാഴിൽ വരും. ഏത് സമയത്തും വരും. വേഗം വരും. ഒരുങ്ങിൽ കൊള്ളുക. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്നറിയാൻ ഉണർന്നിരിപ്പീൻ. നിനയാത്ത നാഴിൽ മനുഷ്യത്വം വരുന്നുകൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്ഥലങ്ങളെ കുറിച്ച് ചഞ്ചലപ്പെടാതിരിപ്പീൻ. ഭ്രമിച്ചു പോകരുത്, തെറ്റിപ്പോകരുത്. നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. യേശു മടങ്ങി വരും. കർത്താവിൻ്റെ വരവിൽ റാപ്ചർ എന്നൊരു പരിപാടിയുണ്ട്. എടുക്കപ്പെടും. ഹാനോക്ക് ദൈവത്തോട് നടന്നു. ദൈവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. എടുക്കപ്പെടലുണ്ട്. അതായത് ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുന്നു, ഇപ്പോൾ കാഹളം ധ്വനിച്ചാൽ ഞാൻ മേളോട്ട് പോകും, എൻ്റെ കയ്യിലെ മൈക്ക് താഴോട്ട് പോകും. ഈ രാത്രിയിൽ അത് സംഭവിക്കാം. റെഡിയാണോ പോകാൻ? കർത്താവ് വന്നാൽ പോകുന്ന ഉറപ്പുണ്ടോ? ഉറപ്പ് പ്രാപിച്ചോണം. കൈവിടപ്പെടരുത്. ഞാനിത് കൺക്ലൂഡ് ചെയ്യണമല്ലോ. അതുകൊണ്ട് പറയാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. അതെ, ഇപ്പം ഈ യോഗം തീരും മുമ്പ് കാഹളം ധ്വനിച്ചെന്നിരിക്കട്ടെ. ഞാൻ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് കാഹളം ധ്വനിച്ചു. ഇവിടെ കയറി വരുന്ന ശബ്ദത്തിൽ ദൈവസഭ എടുക്കപ്പെടും. കാഹളം ധ്വനിച്ചു. ഇവിടെ ഇരുന്ന് ഏതാണ്ട് 60% പോയി. ബാക്കി 40 ഇവിടെ കാണും. കൂട്ടത്തിൽ ഞാനും മൈക്കും കൊണ്ട് ഇവിടെ നിന്നാലുള്ള അവസ്ഥ നിന്നിച്ച്. ഇതുവരെ ഞാൻ എന്നാ പ്രസംഗിച്ചത്? എടുക്കപ്പെടും. എൻ്റെ പാസ്റ്ററെ, ബാക്കി 40 കൂടെ ഞോണ്ടി എന്നെ കൊല്ലും. ഈ ലൂസിഫറെ ചെല്ലുമ്പോൾ നീയും എന്നെ പോലെ ബലഹീനായോ? പണ്ട് കെ ജോയിച്ചാൻ പ്രസംഗിക്കുമായിരുന്നു. കൺവെൻഷൻ വിളിച്ചാച്ചായും വരത്തില്ല, സഭായോഗത്തിന് വരത്തില്ല, കാത്തിരിപ്യോഗത്തിന് വരത്തില്ല. അപ്പം വിശ്വാസി ചോദിക്കുക, എന്നാ വരാഞ്ഞേ? വന്നില്ലെന്നേ ഉള്ളെന്ന്. എന്താ വന്നില്ലെന്നേ ഉള്ളൂ. കാഹളം ധ്വനിച്ച് ദൈവമക്കളങ്ങ് പോയി. അപ്പോൾ അച്ഛൻ അതിനെ കൂടെ പോയി, കൂട്ടുകാരൊക്കെ പോയല്ലോ, ചാക്കോച്ചായൻ പോയില്ലയോ? പോയില്ലെന്നേ ഉള്ളെന്ന്. കൈവിടപ്പെട്ടു പോകരുത്. ഞാനൊരു മർമ്മം പറഞ്ഞു നിർത്താം. ഇത് നല്ല ഗായക സംഘം. ഞാൻ ഇവരെക്കുറിച്ചല്ല പറയുന്നത്.
ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. കാരണം പറയണത് എന്നെ കാര്യം ആദ്യം പറഞ്ഞല്ലോ. അതെ, ഇവരിനി പാടാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. നല്ല ഗായക സംഘം ഇവിടെ നിന്ന് പാടാൻ തുടങ്ങാം. ഇനി കർത്താവൂതാൻ ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കാളം നനച്ചെന്നിരിക്കട്ടെ. പാടിക്കൊണ്ടിരുന്നവരങ്ങ് പോയി കൊട്ടിക്കൊണ്ടിരുന്നവരുടെ നിന്നാലോ? തിരിച്ച് പാടിക്കൊണ്ടിരിക്കുന്നവർ പാടിക്കൊണ്ടങ്ങ് നിൽക്കുക, കൊട്ടിക്കൊണ്ടിരുന്നവരങ്ങ് പോയാലോ? പിന്നെ സന്തോഷമായി. സോദരം, ഇത് സംഭവിക്കും. ഇനി നമ്മുടെ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ബ്ലഡിലൂടെ IPC രക്തമൊന്നുമല്ല. എൻ്റെ കർത്താവ് കാലുകൂടി ശുദ്ധീകരിച്ച രക്തമാണ് ഒഴുകുന്നത്. നമ്മുടെ അല്ല. ജനറൽ കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാന്നിരിക്കട്ടെ കാകളം തുനിക്കുന്നത്. അപ്പോഴും സ്റ്റേജിൽ കുറച്ച് പേരിങ്ങനെ വീശിക്കൊണ്ടിരുന്നാലോ? ഇത് സംഭവിക്കും. രണ്ടുപേർക്കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടപ്പെടും. ഈ രാത്രി നീ റെഡി ആയിട്ടുണ്ടോ യേശുവിൻ്റെ വരവിൽ പോകാൻ? ലോകസംഭവം എല്ലാം വിളിച്ചറിയിക്കുന്നു, യേശു വരാറായി. ആരാണ് യേശുവിൻ്റെ വരവിൽ പോകുന്നത്? നാം അവനോട് മരിച്ചു എങ്കിൽ അവനോട് വാഴും. അവൻ്റെ മരണത്തിൻ്റെ ശാശ്വത ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനം ഏകീഭവിക്കും. മനുഷ്യരുടെ അവനെ ഏറ്റുപറയുന്നെങ്കിൽ ദൂതമാടം ഏറ്റു പറയും. ഒന്ന്, പാപത്തിന് മരിക്കണം. അതാണ് മാനസാന്തരം. മാനസാന്തരപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ നിബന്ധന സ്നാനം സ്വീകരിക്കണം. അവൻ വേർവാണ്ട് വിശ്വത്തിൽ ദൈവത്തെ ആരാധിക്കണം. യേശു വരാറായി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അങ്ങനെ നിങ്ങൾക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കലായിരിക്കും അറിഞ്ഞുകൊള്ളുകയും. യേശു കർത്താവ് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുന്നു. വിശുദ്ധ ബൈബിൾ പറഞ്ഞതെല്ലാം സംഭവിക്കുന്നു. ഒരിക്കൽ ശാസ്ത്രജ്ഞൻ്റെ അരികിൽ വന്ന് ചോദിച്ചു, എങ്ങനെ മരിച്ചവർ ഉയർക്കും? അദ്ദേഹം പറഞ്ഞു, ഒരു കഷ്ണം ഇരുമ്പ് കൊണ്ട് കഷ്ണം കൊണ്ടുവരൂ, ഇടിച്ച് പൊടിച്ച് പൊടിയാക്കി മണ്ണിൽ വിതറാൻ പറഞ്ഞു. അവർ മണ്ണിൽ വിതറി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാഗ്നറ്റിക് ദണ്ട് കൊണ്ടുവരൂ, ഒരു കാന്തം കൊണ്ടുവരാൻ പറഞ്ഞു. ആ മാഗ്നറ്റിക് ദണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഓടിച്ചപ്പോൾ മണ്ണിൽ മറയപ്പെട്ട ഇരുമ്പൈരുകൾ ഫും ഫും വന്ന് ചാടി ഒന്നിച്ച് പിടിച്ചു. ആ ദൈവദാസൻ പറഞ്ഞു, ദൈവസൃഷ്ടിയായ ഒരു കാന്തത്തിന് മണ്ണിൽ മറയപ്പെട്ട് കിടന്ന് ഇരുമ്പൈരനെ മേളോട്ട് ആകർഷിച്ച് ഒന്നിച്ചു കൂട്ടാൻ കഴിഞ്ഞെങ്കിൽ സകലത്തെയും തന്റെ വ്യാപാര ശക്തിയാൽ വഹിക്കുന്ന ദൈവത്തിന്റെ ആജ്ഞാശക്തിയെങ്കിൽ മണ്ണിൽ മറയപ്പെട്ട ഹല്ലേലൂയ വിശുദ്ധന്മാർ ഉയർക്കും. ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. എല്ലാ കണ്ണും അടച്ചാട്ട്. യേശു വരാറായി, കാഹളം ധ്വനിക്കാറായി, വിശുദ്ധന്മാർ ഉയർക്കാറായി. ഒന്നുകിൽ മരണം, അല്ല യേശുവിൻ്റെ വരവ്. ഏത് നിമിഷം സംഭവിക്കാം. നാം കൈവിടപ്പെടരുത്. യേശുവേ എന്നൊന്ന് വിളിച്ചാട്ട്. എല്ലാ കണ്ണും അടച്ചാട്ട്. യേശുവേ എന്നൊന്ന് വിളിച്ചാട്ട് എല്ലാവരും. യേശുവേ, എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. ഒരിക്കൽ കൂടുതൽ രക്തത്താൽ കഴിയണമേ. ഇന്ന് രാത്രി എന്ത് വലിച്ചെറിയാൻ പറഞ്ഞാൽ ഞാൻ തയ്യാറാ കർത്താവേ. എന്ത് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ തയ്യാറാ. രാത്രി എന്നെ സമർപ്പിക്കുന്നു പറയുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. യേശുവേ, എന്നെ കഴുകണമേ.